ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഓഫീസിൻ്റെ മുന്നിൽ ഒരു പട്ടിണി സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ഡേറ്റ് അടച്ചു പൂട്ടിയത് 5 മില്ല. അതിനു മുമ്പൊരു 15 കൊല്ലത്തിന് മുമ്പ് അടച്ച 1 മില്ല് കൂടിയുണ്ട്. കേരളത്തിൽ 6 എണ്ണം ഉണ്ട് മൊത്തം. കൊല്ലത്ത് പാർവതി മില്ലാണ്. ഇതുവരെ തുറക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. തൊഴിലാളികൾക്കാണെങ്കിൽ 35% കൂലി കഴിഞ്ഞ 2024 ഡിസംബർ വരെ കൊടുത്തു. അതിനുശേഷം ഒരു നയാ പൈസയും അവർക്ക് ശമ്പളവും കൊടുക്കുന്നില്ല. ഒരു ജീവനാംശം പോലും ഇല്ല. കോടതി ഉത്തരവിട്ട് 2016 അവർക്ക് ആനുവൽ ബോണസിന് അർഹതയുണ്ടെന്ന് തീരുമാനിച്ചു. കാരണം കമ്പനിയുടെ സ്റ്റാറ്റസ് ക്ലോഷർ എന്നുള്ള നിലയിലല്ല. അതുകൊണ്ട് ബോണസിന് അർഹതയെന്ന് തീരുമാനിച്ചു. കോടതി ഉത്തരവുണ്ടായിട്ടും അന്ന് മുതൽ ഇന്നേ വരെ ബോണസും കൊടുക്കാൻ തയ്യാറില്ല. ഓണക്കാലം അടക്കം വരികയാണ്. പട്ടിണിയാണ് ഈ സ്ഥാപനം. ഒരുപാട് പ്രശ്നങ്ങൾ. ഉള്ള തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല. അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനം വർദ്ധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് മുറവിളികളും സമരങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിനേക്കാൾ ദയനീയമാണ്. തൊഴിലുമില്ല, വരുമാനവും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. തിരുവനന്തപുരത്ത് വിജയമോഹിനി മില്ല് ആണ് ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ള ഒരു മില്ല്. ഏതാണ്ട് 300-500ഓളം കരാർ തൊഴിലാളികളടക്കമുള്ളവരാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. അവരുടെ കുടുംബങ്ങൾ നമ്മൾ തരംതിരിവില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലൊരു 3-4 അംഗങ്ങൾ എന്ന നിലയിൽ കണക്കാക്കിയാൽ 1000 പേരെ അത് അഫക്റ്റ് ചെയ്യും ശരിക്കും. ഇതുപോലെ തൃശ്ശൂർ ബഹുമാനായ നമ്മുടെ MP അദ്ദേഹം ഇലക്ഷൻ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നാൽ അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം ഓൾ ഇന്ത്യ ഫെഡറേഷൻ്റെ നേതൃത്വത്തിലേക്ക് അവരുടെ അടുത്ത് പോയി BMSന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ചെന്ന് നിവേദനം കൊടുത്തിട്ടും ഇതുവരെ ഒരു അക്ഷരം പറയാനോ ഒന്നും നടപടി സ്വീകരിക്കുന്നില്ല. അവിടെയാണ് ഈ 5 മില്ലുകളിൽ 2 എണ്ണം. അവിടെ കേരള ലക്ഷ്മി മില്ല്, അതുകൂടെ അളഗപ്പ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ മില്ല്, 2 തൃശ്ശൂർ ജില്ലയിലാണ്. ഈ 5-ൽ 1 മാഹിയിലുണ്ട്. പിന്നെ കണ്ണൂർ സ്പിന്നിംഗ് മില്ലുണ്ട്. തിരുവനന്തപുരത്ത് വിജയമോഹിനിയുണ്ട്. ഇവിടെ പാർവതി മില്ലുണ്ട്. തമിഴ്നാട്ടിലൊരു 5-8 മില്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഇതുവരെ പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം വിമാനത്താവളം തന്നെ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിട്ട് ഇവിടെ ഒരു ആകാശം ഒടിഞ്ഞു പോയില്ല. വിമാനം ഓടിക്കുന്ന ജോലി എയർ ഇന്ത്യ അടക്കം വിറ്റ് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് ഞാൻ ഡെലിഗേഷൻ ഉണ്ടായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത്. എന്നിട്ടൊരു ആകാശം ഒടിഞ്ഞു പോയില്ല. പിന്നെയാണോ പണ്ടത്തെ പോലെ ഈ പഞ്ഞി മേടിച്ച് നൂലുണ്ടാക്കി വസ്ത്രം നിർമ്മിക്കുന്ന കാര്യം സർക്കാർ ചെയ്യണമെന്ന് നിങ്ങളൊക്കെ നിവേദനം കൊടുത്തുകൊണ്ട് ഇപ്പോഴും പറയും. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ആ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ ഇതേതാണ്ട് പലകയിട്ടത് പൂർണ്ണമാണെന്നുള്ളതാണ്. പക്ഷേ ക്ലോസ് ചെയ്യുകയോ VRS അനൗൺസ് ചെയ്ത് തൊഴിലാളികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഉടനെ തുറക്കും എന്നാണ് പാർലമെന്റിനകത്ത് അതിനു മുമ്പുള്ള മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞത്. ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽ മന്ത്രി ഒരക്ഷരം മിണ്ടുന്നുമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പട്ടിണിയും പരിവട്ടമായി കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. മറ്റു ജോലികൾക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. എന്നാലും ഗതികെട്ട അവസ്ഥയിലാണ് കേരളമാകെ. ഈ 6 ഫാക്ടറികൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5000 ജീവനക്കാരുണ്ടാവും, കരാർ തൊഴിലാളികളടക്കം. അവരുടെ ആശ്രിത കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ കുടുംബാംഗങ്ങളുടെ എണ്ണം ഒരു വീട്ടിൽ 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു 15000 പേരെ അഫക്റ്റ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2020 അടഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഇവർക്ക് കാര്യമായ ശമ്പളമൊന്നുമില്ല. വളരെ ദയനീയമായിട്ടുള്ള, വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം എല്ലാ ട്രേഡ് യൂണിയനുകളും ഉണ്ട്. വാസ്തവത്തിൽ ഇവരെല്ലാം രംഗത്ത് വരേണ്ടതാണ്. BMS ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളോട് പറയുന്നത് സമരമൊന്നും വേണ്ട, കേന്ദ്രമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ ശക്തമായി പറയും. ഞങ്ങൾ ആ വിഭാഗം തൊഴിലാളികളെ തള്ളി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരും ഞങ്ങളുടെ കൂടെ തന്നെ BMS ആണെങ്കിലും പട്ടിണി അനുഭവിക്കുന്നവരാണ്. പക്ഷെ അവരുടെ നേതാക്കന്മാർ പറയുന്ന കാര്യമാണ്. ഇത് കേരളത്തിൽ ആകെ 140 ഏക്കർ വസ്തുവാണ് ATCയുടെ കീഴിലുള്ളത്. അത് എല്ലാം അതാത് സ്ഥാപനങ്ങളുടെ പേരിലാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് ആക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയമോഹിനി മില്ല് 10 ഏക്കർ 67 സെന്റ് സ്ഥലമുണ്ട്. ഇതൊക്കെ എവിടെ നഷ്ടപ്പെടും? ഇത്ര നല്ല കണ്ണായ സ്ഥലങ്ങളാണ് എല്ലാം. തൃശ്ശൂരാണെങ്കിൽ 2 മില്ലും കൂടി 105 ഏക്കറിന്റെ അടുത്തുണ്ട്. ഇതെല്ലാം തൊഴിലാളികളെ സംശയമായ രീതിയിലാണ് കാണുന്നത്. ഇന്നേ വരെ അതായത് ബോണസിന്റെ പേര് പറഞ്ഞാലും സെൻട്രൽ ലേബർ കമ്മീഷനിൽ പോയി ബോണസ് കൊടുക്കാൻ പറഞ്ഞാലും ആ യൂണിറ്റുള്ള മാനേജ്മെന്റ് ലെറ്റർ വരും, നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട്, പൈസ ആവുന്ന തരാം. ഈ പാവപ്പെട്ട 20-22% മാത്രം 21 ശമ്പളമുള്ളവരിൽ ഇപ്പോൾ വെറും 35%, ഒരു 10 രൂപ അടുത്തുള്ളൂ. ഇവർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതില് പല വ്യക്തികളും ഇന്ന് പെൻഷനായി പോയിട്ടും ഗ്രാറ്റുവിറ്റി എന്നുള്ളൊരു സംഗതിയെ കൊടുക്കുന്നില്ല. അതിപ്പോൾ ഒരു വർഷത്തിന് മേലെയായി ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ട്. അതുപോലെ തന്നെ ESI ഒരു 80% തൊഴിലാളികൾക്ക് ESI നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരിന്ന് വീട്ടിൽ എന്തൊരു അസുഖം വന്ന് ഒരു ESI ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് കിട്ടാത്ത അവസ്ഥയാണ്. ഒരു 80% തൊഴിലാളികളും 21,000 രൂപയുടെ പരിധി കഴിഞ്ഞു എന്നും പറഞ്ഞ് അവർക്ക് നീതി നിഷേധിക്കുകയാണ്. ഇതിനിടെ ഞങ്ങൾ ഫാമിലി ഇൻഷുറൻസ് നടപ്പിലാക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് അവര് മാനേജ്മെന്റ് അവരുടെ നോമിനിയുള്ള പേര് കൊടുക്കാൻ പറഞ്ഞ് മാത്രം ചെയ്ത് അവർ നിർത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു നടപടികളോ മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ല. വർഷങ്ങളായി 10, 20, 25 വർഷം ജോലി ചെയ്തിട്ട് ഈ അവസാന കാലഘട്ടങ്ങളിൽ അസുഖത്തിന് വന്നാൽ ESI പോലും അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ്. അതിന് ഏറ്റവും പ്രതി ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കി അത് മാനേജ്മെന്റ് കേന്ദ്ര സർക്കാരിന് അതിന്റെ ആരെന്ന് വെച്ചാൽ അവർ വ്യക്തമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ തിരുവനന്തപുരം പാർലമെന്റ് MP ശശി തരൂർ അദ്ദേഹം നിരവധി പ്രാവശ്യം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പക്ഷെ ആ പാർലമെന്റ് മറുപടി കൊടുക്കുന്നത് ഇത് ഞങ്ങൾ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ഈ കേന്ദ്ര മന്ത്രിയും അവൻ കൊടുക്കുന്ന ഒരു ആൻസർ അതാണ്. അപ്പൊ വ്യക്തമായൊരു തീരുമാനം ഇന്നുവരെ കേന്ദ്ര സർക്കാരിന് ഇല്ല.
അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഇത് അനാഥമായി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശശി തരൂർ, അതുപോലെ നമ്മുടെ ജോൺ ബ്രിട്ടാസ്, ഇങ്ങനെയുള്ള MP-മാർ ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുത്തുകൊണ്ട് റെപ്രസെന്റേഷൻ കൊടുത്തു. അവരോട് പറയുന്നത് സ്റ്റേജ് വൈസ് ആയിട്ട് ഞങ്ങൾ തുറക്കും, അല്ലാതെ അടച്ചുപൂട്ടുന്നു ഇതുവരെ പറയുന്നില്ല. അപ്പോൾ തൊഴിലാളികളുടെ ആനുകൂല്യം എന്ന് ചോദിച്ചാൽ അതിന്റെ ഫണ്ട് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. രസകരമായൊരു സ്ഥിതി, ഇദ്ദേഹം ഇവിടെ കേരളത്തിലാകെ 140 ഏക്കർ എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിലാകെ നോക്കിയാൽ NTCയുടെ കയ്യിൽ വലിയ മുതല ഏതാണ്ട് വിറ്റ് തീർന്നിട്ട് ഇപ്പോഴും കയ്യിൽ 3000 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 300 ഏക്കറിലാണ് ഇന്ത്യയിൽ 23 ഫാക്ടറി വർക്ക് ചെയ്യുന്നത്. 300 ഏക്കറിൽ അത് തന്നെ യൂട്ടിലൈസ് ചെയ്താൽ ഒരു പൈസയും ഗവൺമെന്റ് എക്സക്കറിൽ നിന്ന് എടുക്കാതെ തന്നെ ഈ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ട് പോകാം. അതുപോലെ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഇപ്പോൾ ഈ ചുങ്ക യുദ്ധം വന്നപ്പോൾ സീ ഫുഡ് പോലെ തന്നെ ടെക്സ്റ്റൈലിനെയും കുറെ ബാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം. അതുകൊണ്ട് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തടഞ്ഞു കിടക്കുന്നതല്ല. പഞ്ഞിയുടെ സാധ്യത കേരളത്തിനകത്താണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത വിധത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ടെക്സ്ഫെഡിന്റെ കോപ്പറേറ്റീവ് മില്ലുകളെല്ലാം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടച്ചുപൂട്ട് തന്നെ തുറന്നു. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ അവർ നന്നായി ശ്രമിക്കുന്നുണ്ട്. കോട്ടൺ ബോർഡ് കേരളത്തിനകത്തുണ്ട്. NTC മാത്രം ഇങ്ങനെ ഇത് അവരുടെ ഒരു ഇതിലല്ല. നേരത്തെ പറഞ്ഞല്ലോ, പഞ്ഞി മേടിച്ച് നൂലുണ്ടാക്കി വസ്ത്രം ഉണ്ടാക്കുന്ന ജോലിയൊക്കെ സർക്കാർ ചെയ്യണോ എന്നൊരു അന്നത്തെ മിനിസ്റ്റർ ചോദിച്ച സ്ഥിതിയിൽ എന്താണ് ഇവരുടെ കാര്യപരിപാടി എന്നറിയില്ല. ഏതായാലും മൻസുഖ് മാണ്ഡവ്യ ലേറ്റസ്റ്റ് മിനിസ്റ്റർ എടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനടക്കമുള്ള ഡെലിഗേഷൻ നേരിട്ട് എന്ന് സംസാരിച്ച ഒരു മണിക്കൂറുകളോടിരുന്ന് സംസാരിച്ചതാണ്. ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 23 മില്ലുകൾക്ക് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അതിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള മുൻ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ മഹാരാഷ്ട്രയിലെ ഒരു അദ്ദേഹത്തിന്റെ പേര് സച്ചിൻ ആഹിർ, അദ്ദേഹം കൺവീനർ, ഞാൻ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളാണ് മന്ത്രിമാരെ പോയി കണ്ടത്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ MP-മാർ കൂടി ഞങ്ങളുടെ കൂടെ വന്നു. തമിഴ്നാട്ടിലെ MP-മാർ വന്നു. ഈ കൂടുതൽ സ്ട്രോങ് ആയിട്ട് എങ്ങനെ ഇടപെടുക? നിരന്തരമായ സമരവും നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നടക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയിലാണ് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷ കൈവിടാതെ 22-ാം തീയതി വീണ്ടും ഒരു സമരത്തിലേക്ക് വിജയമോഹിനി, തൃശ്ശൂർ, കോട്ടയത്ത്, കൊല്ലത്ത്, കണ്ണൂർ എല്ലാ സ്ഥലത്തും പ്ലാൻ ചെയ്തിട്ടുണ്ട് സംയുക്തമായി. ഇനിയും പരിവട്ടമാണ് ഈ തൊഴിലാളികൾ. ഫാക്ടറികളാണെങ്കിൽ ഈ ലൂമെല്ലാം അധികകാലം ഇങ്ങനെ അത് ഈ മോയ്സ്ചറൈസേഷൻ വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും. അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. എത്ര കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നത്? സോ ഇതാണ് സ്ഥിതി. എന്റെ പേര് KN ഗോപിനാഥ്, CIT സംസ്ഥാന സെക്രട്ടറിയാണ്. ടെക്സ്റ്റൈൽ ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റും INTC ജില്ലാ സെക്രട്ടറിയും യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വിജയന്റെ ഒരു 52 ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിൽ ഇന്നൊരു 40ഓളം ഇതിലെ തൊഴിലാളികൾ കുടുംബസമേതം താമസിക്കുക. ഈ മഴ പെയ്യുന്ന അവിടെ അത്ര അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. മാനേജ്മെന്റ് യാതൊരു സാമ്പത്തിക ഇടപാടും ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്യാനോ ഒന്നും തയ്യാറാവുന്നില്ല. ചോർന്നടിക്കുന്നു, ഭിത്തികൾ വീഴുന്നു, ചില ഭിത്തികൾ വീണ് കഴിഞ്ഞിട്ട് അവരെ ഇല്ലാത്ത ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നു. അപ്പൊ ഒരു ഭീകരമായ ഈ മഴ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇത് തൊഴിലാളികളും അവിടെ ഭയങ്കര ഒരു പ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ട്രിവാൻഡ്രം ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്, ആന്റണിയാണ്. പിന്നെ ആന്റണി MT, ജോയിന്റ് മുനിസിപ്പൽ എംപ്ലോയീസ് യൂണിയന്റെ സെക്രട്ടറി രാജരത്നം, പിന്നെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ളത് സുരേഷ് ബാബു, CITന്റെ വർക്കിംഗ് പ്രസിഡന്റ് KC കൃഷ്ണൻകുട്ടി, സന്തോഷ്, INTCയുടെ സന്തോഷ് തുടങ്ങിയവരാണ്. INTCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ സലാം തുടങ്ങിയവരാണ് ഇന്ന് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. നമ്മൾ നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. ഈ നടത്തിയതിന്റെ ഭാഗമായിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ മില്ല് പറഞ്ഞ് പ്രവർത്തിപ്പിച്ചു. പക്ഷെ വീണ്ടും 45 ദിവസത്തിന് ശേഷം അടച്ചുപൂട്ടി. അതെന്ത് കാരണത്താലാണ് ഇപ്പോഴും മാനേജ്മെന്റ് വിശദീകരിക്കുന്നില്ല. അത് തൊഴിലാളികളുടെ വളരെയധികം ഒരു വിഷമ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 22-ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും 20-22 തീയതികൾ, തിരുവനന്തപുരത്ത് 22-നാണ്. ആ സമരം തൊഴിലാളികളെല്ലാം പങ്കെടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അറിയിപ്പൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും നിരാശരായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നടക്കുന്ന ഈ സമരം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു സഹായം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.